തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം 10-ലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു. ജഡ്ജിമെന്റ് ചോദ്യം ചെയ്താണ് സംഘർഷത്തിന്റെ തുടക്കം. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘട്ടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. സംഘർഷം പിന്നീട് SFI KSU എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. കമ്പിവടിയും കല്ലുകളും കസേരകളും ഉപയോഗിച്ച് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. സംഘട്ടനം കടുത്തതോടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി. തൃശൂർ കേരളവർമ്മ കോളേജ് SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷിനാണ് സാരമായി പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിന് ശേഷം KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്ന ആംബുലൻസിന് നേരെ മുരിങ്ങൂരിൽ വെച്ചും ആക്രമണമുണ്ടായി. കാറിൽ എത്തിയ സംഘം കമ്പിവടി ഉപയോഗിച്ച് ആംബുലൻസിൽ കുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആക്രമണത്തിന് പിന്നിൽ CPIM, DYFI, SFI പ്രവർത്തകരാണെന്ന് ഗോകുൽ ഗുരുവായൂർ ആരോപിച്ചു. ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ KSU പ്രവർത്തകർ ഒരു 10 വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് പൊക്കോളാനാണ് പറഞ്ഞത്. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ കൊരട്ടി സ്റ്റേഷനടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10ഓളം വരുന്ന DYFI പ്രവർത്തകർ അല്ലെങ്കിൽ DYFIയുടെ SFIയുടെയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലി പൊളിച്ചു. കണ്ടാലറിയുന്ന നയാര പമ്പിന്റെ തൊട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും അത് ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ചു പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അഭയം തേടിയത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.